ഇന്ന് നാം കേൾക്കുവാൻ പോകുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 1 മുതൽ 48 വരെയുള്ള വചനങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 1 മുതൽ 48 വരെയുള്ള വചനങ്ങൾ. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്നു കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിയിൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ടു നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടു കൂടെ പാർക്കുവാൻ പോയി എന്നു പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്നു കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിന് സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ അവരോട് പറഞ്ഞു. കുലീനനായൊരു മനുഷ്യൻ രാജത്വം പ്രാപിച്ചു മടങ്ങി വരണം എന്നുവെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്ത്, ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവൻ്റെ പൗരന്മാരോ അവനെ വെറുത്ത് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ച്, അവൻ ഞങ്ങൾക്കു രാജാവായിരിക്കുന്നത് ഞങ്ങൾക്കു സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ പണം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിക്കുവാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, കൊള്ളാം, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിനുമേൽ വിചാരകൻ ആയിരിക്ക എന്നവൻ അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാനത് ഒരു തുണിയിൽ കെട്ടിവെച്ചിരുന്നു. നീ വിൽക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായ്മൊഴി കൊണ്ട് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നു നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ പണം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് പണമിടപാടുകാരെ ഏൽപ്പിക്കാതിരുന്നത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ളവന് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 റാത്തലുണ്ടല്ലോ എന്നവർ പറഞ്ഞു. ഉള്ളവന് ഏവനും കൊടുക്കും, ഇല്ലാത്തവനോട്
ഉള്ളതും കൂടെ എടുത്തു കളയും എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ തങ്ങൾക്കു രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളവൻ എന്നവൻ കൽപ്പിച്ചു. ഇതു പറഞ്ഞിട്ട് അവൻ മുൻപായി നടന്നുകൊണ്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അവൻ ഒലിവ് മലയരികെ ബേത്ഫാഗയ്ക്കും ബെഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ, കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിമേൽ വിരിച്ച് യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ നഗരത്തിനു സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിനു മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും കിടങ്ങു കുഴിച്ച് നിന്നെ വളഞ്ഞു 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്തു തള്ളിയിട്ടു. കല്ലിന്മേൽ കല്ലു ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹ ആക്കി തീർത്തു എന്നവരോട് പറഞ്ഞു. അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പിക്കുവാൻ തക്കം നോക്കി. എങ്കിലും ജനമെല്ലാം അവൻ്റെ വചനത്തിൽ ആകൃഷ്ടരായിരുന്നതിനാൽ എന്തു ചെയ്യേണ്ടു എന്ന് അവർ അറിഞ്ഞില്ല. ആമേൻ.